നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ലോകത്തിപ്പോൾ കോവിഡ് കേസുകൾ ഓരോ നിമിഷവും വർദ്ധിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 1,06,000 കേസുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതോടെ കോവിഡ് ബാധിതരുടെ എണ്ണം 50,82,000 ഉയർന്നു കഴിഞ്ഞു. മരണസംഖ്യയാകട്ടെ 3,29,000 കടന്നു. അമേരിക്കയിൽ മാത്രം 24 മണിക്കൂറിനിടയിൽ 1,561 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2,100 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 15,92,200 ആയി. മരിച്ചവരുടെ എണ്ണമാകട്ടെ 92,000 കടന്നു. അമേരിക്കയിൽ കൂടുതൽ രോഗികളും ന്യൂയോർക്കിലാണ് ഉള്ളത്. ഇനി നമുക്ക് ഗൾഫ് മേഖലയിലെ വാർത്തകൾ നോക്കാം. സൗദിയിൽ ഒരു പ്രവാസി മലയാളി കൂടി കോവിഡ് ബാധിച്ച് മരണപ്പെട്ടെന്ന ദുഃഖകരമായ വാർത്ത പുറത്തുവരികയാണ്. റെസ്റ്റോറന്റ് ജീവനക്കാരായിരുന്ന കാസർഗോഡ് കുമ്പള സ്വദേശിയായ മൊയ്തീൻ കുട്ടിയാണ് മരിച്ചത്. ഇദ്ദേഹത്തിന് 59 വയസ്സായിരുന്നു. ദമാമിൽ വെച്ചാണ് ഇദ്ദേഹം മരിച്ചത്. 25 വർഷമായി സൗദിയിലുള്ള മൊയ്തീൻ കുട്ടി ദമാമിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. കോവിഡ് നടപടികൾ അനുസരിച്ച് മൃതദേഹം സംസ്കരിക്കുമെന്ന് അറിയുന്നു. ദുബായിൽ സർക്കാർ സ്വകാര്യ സ്കൂളുകളിലെ സ്കൂൾ കുട്ടികൾക്ക് വേനൽക്കാല അവധി ജൂലൈ 2 ആരംഭിക്കുമെന്ന വാർത്തയും പുറത്തുവരുന്നു. വിദ്യാഭ്യാസ മന്ത്രാലയം പറയുന്നതിനനുസരിച്ച് സർക്കാർ സ്കൂളുകൾക്കൊപ്പം മന്ത്രാലയ പാഠ്യപദ്ധതി നടപ്പിലാക്കുന്ന എല്ലാ സ്വകാര്യ സ്കൂളുകളിലും COVID-19 മഹാമാരി മൂലമുണ്ടാകുന്ന തടസ്സങ്ങൾക്കിടയിലും നിശ്ചയിച്ച പ്രകാരം അവരുടെ വേനൽക്കാലം ആരംഭിക്കുകയാണ്. ഒരാഴ്ചയ്ക്ക് ശേഷം അധ്യാപകർക്കും ഉദ്യോഗസ്ഥർക്കും അവധിക്കാലം ആരംഭിക്കുമെന്നും അവർക്ക് അവസാന പ്രവൃത്തി ദിവസം ജൂലൈ 9 ആയിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞു. ഒമാനിൽ വ്യാഴാഴ്ച 327 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. ഇതിൽ 222 പേരും വിദേശികളാണ്. ഇതോടെ രാജ്യത്തെ മൊത്തം രോഗബാധിതർ 6,370 അസുഖം സുഖപ്പെട്ടവരുടെ എണ്ണം 1,661 നിന്ന് 1,821 ഉയർന്നു. ചികിത്സയിലുണ്ടായിരുന്ന 2 മലയാളികളടക്കം 30 പേർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 4,519 പേരാണ് നിലവിൽ അസുഖബാധിതരായി ഉള്ളത്. രാജ്യത്തെ പൊതുസ്ഥലങ്ങളിലും വാണിജ്യ കേന്ദ്രങ്ങളിലും മുഖാവരണം ധരിക്കാതെ പുറത്തിറങ്ങുന്നവരിൽ നിന്ന് 20 റിയാൽ പിഴ ഈടാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സുപ്രീം കമ്മിറ്റിയുടെ പ്രതിവാര വാർത്താ സമ്മേളനത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി സൗദിയിൽ നിന്ന് ദക്ഷിണ സൗദി അറേബ്യയിലെ ജിസാൻ പ്രവിശ്യയിൽപ്പെടുന്ന ബോയ്ഷ് പ്രദേശത്ത് ക്വാറന്റൈനിൽ കഴിയുന്ന മലയാളി ഉറക്കത്തിലായിരിക്കെ മരണപ്പെട്ടെന്നൊരു സങ്കടകരമായ വാർത്ത വരികയാണ്. ഇടുക്കി നെടുങ്കണ്ടം താന്നിമൂട് സ്വദേശിയായ സാബുകുമാർ എന്ന 52-കാരനാണ് മരിച്ചത്. നേരിയ പനിയും തൊണ്ടവേദനയും ഉണ്ടായിരുന്നുവെങ്കിലും ഇദ്ദേഹത്തിന്റെ മരണം കൊറോണ മൂലമാണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിനായി മൃതദേഹത്തിൽ നടത്തിയ പരിശോധനയുടെ ഫലം കാത്തിരിക്കുകയാണ് അധികൃതർ. ചൊവ്വാഴ്ചയായിരുന്നു ഇദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. കൂടെ ഉണ്ടായിരുന്നവർ രാവിലെ ഉറക്കത്തിൽ നിന്ന് നോക്കിയപ്പോഴാണ് ഇദ്ദേഹം മരിച്ചതായി കണ്ടെപ്പെട്ടത്. റിയാദിൽ നിന്നുള്ള മറ്റൊരു വാർത്തയാണ്. കോവിഡ് പ്രതിരോധ നടപടികൾ ശക്തമാക്കി സൗദി അറേബ്യ എന്നുള്ളത് തന്നെയാണ്. ആരോഗ്യ മന്ത്രാലയവും ആഭ്യന്തര വകുപ്പും പുറപ്പെടുവിച്ചിട്ടുള്ള മുൻകരുതൽ നടപടികൾ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നവർ, പുറത്ത് ഇറങ്ങി നടക്കുന്നവർ, ഒത്തുകൂടുന്നവർ COVID-19 അനുബന്ധ മുൻകരുതൽ നടപടികൾ ലംഘിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടാൽ നിയമ നടപടി സ്വീകരിച്ച നാട് കടത്തുമെന്നും തിരിച്ച ഒരു കാരണവശാലും സൗദിയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കില്ലെന്നുമാണ് ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ അറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. വന്ദേ ഭാരത് ദൗത്യത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ദോഹയിൽ നിന്ന് 177 യാത്രക്കാരുമായി കൊച്ചിയിലേക്ക് എയർ ഇന്ത്യ വിമാനം പറക്കുകയാണ്. ബുധനാഴ്ച 2 വിമാനങ്ങൾ കൂടി ദോഹയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടിരുന്നു. 140 യാത്രക്കാരുമായി AA1924 വിമാനം ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തേക്കും 177 യാത്രക്കാരുമായി IX0244 വിമാനം തെലങ്കാനയിലെ ഹൈദരാബാദിലേക്കുമാണ് പുറപ്പെടുന്നത്. അമേരിക്കയിൽ നിന്നുള്ള വാർത്തകളിൽ നമുക്ക് നോക്കാം. US കാനഡ അതിർത്തി അടച്ചിടുന്നത് 1 മാസത്തേക്ക് കൂടി നീട്ടിയതായി കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ വ്യക്തമാക്കിയിരിക്കുന്നു. ചൊവ്വാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. US-ഉം കാനഡയും തമ്മിലുള്ള പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നാണ് ട്രൂഡോ വ്യക്തമാക്കിയത്. അത്യാവശ്യ സർവീസുകൾ ഒഴികെ സാധാരണ സർവീസുകൾ ജൂൺ 21 മാത്രമേ പുനർ ആരംഭിക്കുകയുള്ളൂവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്ത് സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ ശ്രദ്ധേയം വീക്ഷിച്ചു വരികയാണെന്ന് ഇനി അടുത്ത ഘട്ടം എന്താകുമെന്ന് പറയാൻ ഇപ്പോൾ ആകില്ലെന്നുമാണ് ട്രൂഡോ വ്യക്തമാക്കിയത്. ഒട്ടാവയിൽ നടത്തിയ പ്രതിദിന വാർത്താ സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ഇന്ത്യയുടെ അതിർത്തിയിൽ ചൈന നടത്തുന്ന നീക്കങ്ങൾ തികച്ചും പ്രകോപനപരമാണെന്നാണ് അമേരിക്ക ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ചൈനയുമായുള്ള അതിർത്തി
സംഘർഷത്തിനിടയിലാണ് ഇന്ത്യയെ പിന്തുണച്ച് അമേരിക്ക ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ബീജിംഗിന്റെ നിലപാടുകൾ പ്രകോപനപരവും അസ്വസ്ഥത ഉളവാക്കുന്നതുമാണെന്ന് നയതന്ത്രജ്ഞ ആലിസ് വെൽസ് പ്രതികരിച്ചു കഴിഞ്ഞു. ലഡാക്കിലെ ഇന്ത്യ ചൈന സംഘർഷം നിലനിൽക്കുന്നതിനെ കുറിച്ചായിരുന്നു അവരുടെ പരാമർശം എന്നുള്ളതാണ് ശ്രദ്ധേയം. ചൈനയുടെ കടന്നുകയറ്റം വരാനിരിക്കുന്ന എന്തിന്റെയോ സൂചനയാണെന്ന് അമേരിക്ക ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ സമാധാന ചർച്ചകളുടെ അടുത്ത ഘട്ടം അമേരിക്ക ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയുടെ അഫ്ഗാൻ പ്രത്യേക പ്രതിനിധി ഖാലിൽ സാദും അഫ്ഗാൻ പ്രസിഡന്റായ അഷ്റഫ് ഗാനിയും തമ്മിലുള്ള ചർച്ചയാണ് പ്രസിഡന്റിന്റെ കാബൂളിലെ ഔദ്യോഗിക വസതിയിൽ നടന്നത്. താലിബാനും അഫ്ഗാൻ സേനയും തമ്മിലുള്ള വെടിനിർത്തൽ വിഷയമാണ് പ്രധാനമായും ഊന്നി പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ ആഗ്രഹം താലിബാനും അഫ്ഗാൻ ഭരണകൂടവും ഒരുമിച്ചിരുന്ന രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണമെന്നുള്ളതാണെന്നാണ് ഖാലിസ്ഥാൻ വ്യക്തമാക്കിയത്. ഇരു രാജ്യങ്ങളും സമാധാന ശ്രമങ്ങളുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വെടിനിർത്തൽ വിഷയമാണ് ആദ്യമായി പരിഹരിക്കപ്പെടേണ്ട ഒന്ന്. അതിനായി താലിബാനുമായി മുഖാമുഖ ചർച്ചകൾ തുടരേണ്ടത് അത്യാവശ്യം തന്നെയാണെന്നും അഫ്ഗാൻ വക്താവ് അറിയിച്ചു കഴിഞ്ഞു. ബ്രസീലിൽ നിന്ന് മറ്റൊരു വാർത്ത പുറത്തു വരികയാണ്. കോവിഡ് രോഗവ്യാപനത്തെ തുടർന്ന് സ്വദേശത്തേക്ക് മടങ്ങാനാകാതെ 300 ഇന്ത്യക്കാർ ബ്രസീലിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ്. അത് ബ്രസീലിലെ ഇറ്റാലിയൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന 30-ലധികം മലയാളികൾ ഉൾപ്പെടെയുള്ള 300 ഇന്ത്യക്കാരാണ് ഇത്തരത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. ബ്രസീലിൽ കപ്പലിൽ ജോലി ചെയ്യുന്ന ഇവർ കഴിഞ്ഞ 60 ദിവസമായി ക്വാറന്റൈനിൽ കഴിയുകയാണ്. എംബസിയുമായും സർക്കാരുമായും നിരവധി തവണ ബന്ധപ്പെട്ടുവെങ്കിലും കൃത്യമായ മറുപടിയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. കെ സുധാകരൻ എംപിക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും ഇവർ അറിയിച്ചു കഴിഞ്ഞു. സ്വദേശത്തേക്ക് മടങ്ങുവാൻ സർക്കാർ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇനി കേരളത്തിന്റെ സ്ഥിതി നോക്കുകയാണെങ്കിൽ വിദേശികൾ കേരളത്തിലേക്ക് വന്നപ്പോൾ മുതൽ കേരളത്തിൽ COVID-19 ബാധിതരുടെ എണ്ണം കൂടുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. എന്നാൽ വിദേശത്ത് നിന്ന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തി വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർ പുറത്തിറങ്ങുന്നതെന്ന നിർദ്ദേശം ഒരു കാരണവശാലും കേരളത്തിൽ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ഈ വാർത്ത കേൾക്കുന്ന പ്രവാസികളുடன் തന്നെ നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ 121 കേസുകളാണ് ഇപ്പോൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ മാത്രമായി 81 കേസുകളാണ് കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോട്ടയത്ത് 6 കേസുകളും വയനാട്, പാലക്കാട് എന്നീ ജില്ലകളിൽ 5 കേസുകൾ വീതവും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിദേശത്ത് നിന്ന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മടങ്ങിയെത്തുന്ന നിരവധി പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. ഇവർക്കൊപ്പം ട്രെയിനിലും വിമാനത്തിലും ഒക്കെ യാത്ര ചെയ്തവർ ഹോം ക്വാറന്റൈനിൽ ലംഘിച്ച് പുറത്തിറങ്ങുന്നത് അപകടകരമായ പ്രവണതയാണെന്നാണ് ആരോഗ്യ പ്രവർത്തകർ തന്നെ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് ക്വാറന്റൈൻ ലംഘിക്കുന്നവർക്കെതിരെ കേസ് എടുക്കുകയും ഇവരെ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.